എന്താണെന്നറിയില്ല, ചില സമയങ്ങളിൽ മനസ്സിന് വല്ലാത്തൊരു പേടി തോന്നുക. ആളുകളോട് സംസാരിക്കാനായാലും പുതിയ കാര്യങ്ങൾ ചെയ്യുമ്പോഴായാലും ഒരു പൊതുവേദിയിൽ പോകുമ്പോഴൊക്കെ ഒരു പേടി. സത്യത്തിൽ എനിക്ക് നല്ല ധൈര്യമുണ്ട്, ഞാൻ ഓക്കെ ആണ്. ഒരു സുഹൃത്ത് ഈയിടക്ക് സംസാരിക്കുമ്പോൾ പറഞ്ഞതാണ്, ഇപ്പൊ നിലവിലെ അവസ്ഥയിൽ ഞാൻ അവരെ നോക്കുന്ന സമയത്ത് സാമ്പത്തികമായി യാതൊരു ബുദ്ധിമുട്ടും കാണുന്നില്ല, കുടുംബപരമായി ഓക്കെയാണ്, സാമൂഹികപരമായി നല്ല ബന്ധങ്ങൾ കാത്തു സൂക്ഷിക്കുന്ന, ആരോഗ്യത്തിന് പറയത്തക്ക ബുദ്ധിമുട്ടൊന്നുമില്ലാത്ത ഒരാള് ചില സന്ദർഭങ്ങൾ ഇങ്ങനെ സ്റ്റക്കായി പോന്നു എന്ന് പറഞ്ഞപ്പോൾ ഞാൻ കുറച്ചു നേരം ഇരുന്ന് ആളോട് സംസാരിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി, ഇവരെ എന്തോ ഒരു പ്രശ്നം മനസ്സിനെ അലട്ടുന്നുണ്ട്. സംസാരിച്ച് കുറേ നേരം കഴിഞ്ഞപ്പോഴാണ്, കുറേ അവരുമായി സംസാരിച്ചപ്പോഴാണ് മനസ്സിലായത്, ചെറുപ്പകാലത്ത് അനുഭവിച്ച ചില വിഷമങ്ങളാണ് ഇപ്പോഴും ഇദ്ദേഹത്തെ ബുദ്ധിമുട്ടിക്കുന്നത്. സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് പഠനത്തിൽ പിന്നോട്ട് നിൽക്കുന്ന ഒരു കുട്ടിയായിരുന്നു അവൻ. ബാക്ക് ബെഞ്ചിൽ ഇരുന്ന് എല്ലാ പരീക്ഷയ്ക്കും മാർക്ക് കുറവുള്ള, കൂട്ടുകാരൊക്കെ കളിയാക്കുന്ന, വീട്ടുകാരൊക്കെ കളിയാക്കുന്ന, അധ്യാപകരും ഒറ്റപ്പെടുത്തലും കുറ്റപ്പെടുത്തലുകളൊക്കെ ഒരുപാട് കേട്ട ഒരു കുട്ടിയായിരുന്നു. ആ ബാല്യകാലത്തിലെ മുറിവുകൾ ഇപ്പോഴും അദ്ദേഹത്തെ പിന്തുടരുന്നുണ്ട്. അതാണ് ചില സമയങ്ങളിൽ എനർജി നഷ്ടപ്പെട്ടു പോകുന്നത്. ഞാൻ ഇത് കേട്ടപ്പോൾ രക്ഷിതാക്കളോട് പറയുന്നത്, നമ്മുടെ മക്കൾ നിലവിൽ പഠിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും, അവർ പരീക്ഷയ്ക്കൊക്കെ മാർക്ക് കുറവായിരിക്കും, അതിന്റെ പേരിൽ അവരെ നിങ്ങൾ നിരന്തരമായി വഴക്ക് പറയുകയും ഒറ്റപ്പെടുത്തുകയും കുറ്റപ്പെടുത്തുകയും ചെയ്താൽ ഇദ്ദേഹം അനുഭവിക്കുന്ന വിഷമം നമ്മുടെ മക്കളും ഭാവിയിൽ അനുഭവിക്കും. ഇദ്ദേഹത്തിന്റെ അവസ്ഥ നിങ്ങൾ നോക്കുക, സാമ്പത്തികപരമായി ഓക്കെയാണ്, നല്ല ആരോഗ്യമുണ്ട്, ബിസിനസ്സുകാരനാണ്, പക്ഷെ സമൂഹത്തിൽ എവിടെയൊക്കെ ചില സമയത്ത് പിന്നോക്കം നിൽക്കുകയാണ്. ഇതിന്റെ കാരണം അന്വേഷിച്ചപ്പോഴാണ് മനസ്സിലായത്, ചെറിയ സമയത്ത് ആളുകൾ മുഴുവനും ഇദ്ദേഹത്തെ ഒറ്റപ്പെടുത്തിയിരുന്നു, കുറ്റപ്പെടുത്തിയിരുന്നു, തളർത്തിയിരുന്നു. ഇതേ അനുഭവം ഇനിയും ഉണ്ടാകുമോ എന്ന ഭയമാണ് ഇദ്ദേഹത്തെ പിൻവലിക്കുന്നത്. അതുകൊണ്ട് തന്നെ രക്ഷിതാക്കളായ നാം പഠിക്കാൻ പിന്നോക്കം നിൽക്കുന്ന മക്കളെ ഒറ്റപ്പെടുത്താതിരിക്കുക, കുറ്റപ്പെടുത്താതിരിക്കുക, അവരെ ചേർത്ത് നിർത്തുക.